ഞാൻ എന്തിനാ ഒരു സഭയുടെ അംഗമാവുന്നത്? ഞാൻ ഒരു സഭയുടെ അടിയിലും ജീവിക്കാൻ തയ്യാറല്ല. എല്ലാ സഭകളിൽ പെടുന്ന അച്ഛന്മാർ എൻ്റെ അടുത്ത് വന്ന് മെഡിറ്റേഷൻ വളരെ സീക്രട്ട് ഒന്ന് പഠിക്കുന്നുണ്ട്. ഹിന്ദു കൾച്ചറിൻ്റെ അകത്താണ് സെൽഫ് റിയലൈസേഷൻ. അവിടെ പ്രാർത്ഥന വേണ്ട. ആ ജീസസ് ക്രൈസ്റ്റിന്റെ യഥാർത്ഥ രൂപമാണ് കാണിച്ചത്. നെറ്റിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു മരപ്പണിക്കാരനായ പിതാവിന്റെ മകനായിട്ട് ജീവിക്കുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ അന്നത്തെ രൂപവും അന്നത്തെ ഭാവമാണ് കാണിക്കുന്നത്. കാണിച്ച് ഒരു അൾത്താരയിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നിങ്ങളുടെ വീടിൻ്റെ അകത്ത് അങ്ങനെ ഒരു മനുഷ്യന്റെ രൂപം കാണിച്ചു, നിങ്ങൾ ഏത് ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിക്കുന്നു? അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അകത്ത് വരാത്ത ഈശ്വരനെ എനിക്ക് വേണ്ട. ജീസസ് ക്രൈസ്റ്റിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം. ശരിക്കും കുർബാന നടക്കേണ്ടത് കാലിത്തൊഴുത്തിലല്ലേ? ഭഗവാൻ ശിവന്റെ ഒരു ദർശനം ലഭിക്കുന്നു എൻ്റെ ലൈഫിൽ. അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ഇന്ന് ഞാൻ കാണുന്ന റോജിൽ ബാബാജിയിലോട്ട് ഞാൻ കൺവേർട്ടായി. ശിവനെയും പാർവതിനെയും കാണാൻ പറ്റുന്ന കൈലാസത്തിൽ ഭഗവാൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു. അന്ന് എനിക്ക് ഒന്നുമില്ല, ഒരു നീല ഗോളം പോലത്തെ ഒരു സാധനം എൻ്റെ കയ്യിൽ വെച്ചത്. അത് പിന്നീട് എൻ്റെ ബോഡിയിലോട്ട് മുഴുവൻ സ്പ്രെഡായി എനിക്ക് ഈ സാധനം. എൻ്റെ സ്പിരിച്വാലിറ്റി ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ സ്പിരിച്വാലിറ്റി. മറ്റുള്ളവർ പറഞ്ഞ ബൈബിളല്ല, ഭഗവത്ഗീതയല്ല സ്പിരിച്വാലിറ്റി. അതെല്ലാം അന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. പിന്നീട് ഞാൻ സോളുകളെ കാണാൻ തുടങ്ങുന്നു. പിന്നീട് സോളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവനെ രക്ഷിക്കാമെന്നാണ് എൻ്റെ ഉത്തരവാദിത്വം. അവനെ ഇരുത്തി 15 മിനിറ്റ് കൊണ്ട് അവൻ്റെ ശരീരത്തിലെ സോളിനെ പുറത്തോട്ടിറക്കി അത് അവൻ കണ്ടു. ശിവക്ഷേത്രത്തിലോട്ട് പോകുന്നത്, അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സാധനം പുറത്തോട്ട് ഇറങ്ങി ശിവക്ഷേത്രത്തിലോട്ട് പോകണം. ഞാൻ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായി കാണാൻ പറ്റും ഭഗവാനും അവിടെ നിൽക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരന്മാരും എൻ്റെ കൂടെ നിന്ന് എനിക്ക് സാന്നിധ്യം തരുന്നു. അവരെല്ലാം വിളിച്ച് വരുത്തിയിട്ടാണ് ഞാൻ സാന്നിധ്യം അപേക്ഷിച്ചിട്ടാണ് ആ കർമ്മം ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ നല്ല സീനായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ വന്നതുകൊണ്ടാണ്. ഒറ്റപ്പെടലുകൾ, ഇല്ലായ്മകൾ, ചതി, പറ്റിച്ച് ഞാനും കുറേ മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെയും കുറേ മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനും കുറേ മനുഷ്യരെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. കുറേ നമ്മൾ വേദന അനുഭവിച്ച് ലൈഫിലോട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ ഇനി എന്നെ ആരും വേദനിപ്പിക്കണ്ട. ഇനി എൻ്റെ മുഖത്തോട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിക്കും. ഒരുത്തൻ കൈ പൊക്കി കഴിഞ്ഞാൽ അവനെ കൈ പൊക്കുന്നതിന് മുന്നേ അങ്ങോട്ട് കയറി അടിക്കുക എന്നുള്ളൊരു സെൽഫായിട്ട് നമ്മൾ ഇതിനെ തടയാന്ന് പറയില്ലേ, ആ ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ എത്തും. അല്ലെങ്കിൽ നമ്മളെ സമൂഹം നമ്മളെ എത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? സപ്പോർട്ടില്ലായ്മ ഭയങ്കര പ്രശ്നം. എന്നാൽ സപ്പോർട്ട് കൂടിയാലും പ്രശ്നം. ഇങ്ങനെ പറ്റിയുമ്പോൾ എന്ത് പറ്റി? നമുക്ക് ഭയങ്കര അഹങ്കാരം വരും. ഞാൻ വലിയ എന്തോ സംഭവമാണ്, ഞാനൊരു മാധ്യമപ്രവർത്തനാണ്, എൻ്റെ കൂടെ കുറേ മനുഷ്യരുണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ വലിയൊരു അവതാരകനാണ്, എൻ്റെ ഇടുന്ന വീഡിയോസ് എല്ലാം മില്യൺ വ്യൂസാണ്, എനിക്ക് പലതരത്തിലുള്ള ഇതുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനം വന്നു കയറുമ്പോൾ നമുക്ക് ആൾക്കാരുടെ ഒക്കെ ഒരു പുച്ഛമനോഭം വരാൻ തുടങ്ങും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ അടിയിൻ്റെ കാൽച്ചൂട്ടിൽ മണ്ണും ഒലിച്ചു. എത്ര കഴിവുള്ളവരാണെങ്കിലും എന്താണെങ്കിലും മണ്ണ് ഒലിച്ചു. അന്നെല്ലാം ഞാൻ സ്പിരിച്വലാണ്. പക്ഷേ പ്രൊഫഷണലായിട്ടും ഫിനാൻഷ്യലായിട്ടും നമ്മുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ എന്നെ പറ്റിയാണ് വിചാരിക്കണമെങ്കിൽ മനസ്സിലാക്കിയോ, ഇറ്റ്സ് എ പോയിസൺ. എന്നാണ് ഞാൻ എൻ്റെ സക്സസ്സുകളെ ആഘോഷിക്കുന്നത്, എന്നാണ് ഞാൻ എൻ്റെ വിജയങ്ങളിൽ സന്തോഷം കാണുന്നത്, അത് നമ്മുടെ ഉള്ളിൽ വിഷം നിറയ്ക്കും. ആ വിഷം നമ്മൾ തന്നെ കഴിച്ച് നമ്മൾ തന്നെ മരിക്കും. കാരണം നമ്മൾ നാളെ ഒരിക്കലും ഇനി സക്സസ്സിനെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. നമ്മളൊരിക്കലും തകർച്ചകളെ പറ്റി ചിന്തിക്കില്ല, നമ്മുടെ ഇല്ലായ്മകളെ പറ്റി നമ്മൾ ചിന്തിക്കില്ല. തകർന്നു പോയി എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പായി, സാമ്പത്തികം ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ വന്നു കയറി വർഷങ്ങൾക്ക് മുമ്പ് കുറേ ബുദ്ധിമുട്ടായി. അന്നെല്ലാം നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയുടെ പ്രശ്നം, ഞാൻ സ്പിരിച്വാലിറ്റി ആവും, സ്പിരിച്വാലിറ്റി നിർത്തും, തുടങ്ങും നിർത്തും. ഇതാണ് എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ എന്തിനാണ് സ്പിരിച്വൽ, ദൈവം, ഏത് ദൈവം, ഇതൊന്നും ഒരു കാര്യമില്ല. പിന്നെ ദൈവമാണെങ്കിൽ ഞാൻ ഇത്ര പിന്നെ നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി, നമ്മൾ പിന്നെ ദൈവത്തിലോട്ട് പോകും. പിന്നെ നമ്മൾ ഇതൊക്കെയാണ് എല്ലാവരുടെ ലൈഫിൽ ഈ ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം തകർന്നു, തരിപ്പണമായി, സൂയിസൈഡിൻ്റെ വക്കിലെത്തി. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. കൂടെ നിൽക്കുന്ന ബന്ധങ്ങളൊന്നും ആ സമയത്തൊന്നും നമ്മൾ വിളിച്ച ഒരു മനുഷ്യൻ പോലും ഫോൺ എടുത്തൊന്നും വരില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും പിന്നെ അത്രയും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മളൊരു ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ വരെ നമ്മൾ ഉപേക്ഷിക്കും. നമ്മുടെ തോന്നലാണ് നമ്മൾ ഉപേക്ഷിക്കില്ല.
മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉള്ളൂ. അൾട്ടിമേറ്റ് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊരു ബുദ്ധിമുട്ടാണ്, ഒരു പൊതുശല്യമായിട്ട് സമൂഹം മുദ്ര കുത്തിയാൽ നമ്മൾ പൊതുശല്യം ഇനി എന്ത് പറഞ്ഞാലും പൊതുശല്യം ഗണത്തിലോട്ട് നമ്മൾ പെടും. അങ്ങനെ പറ്റിക്കപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊക്കെ അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തി. ഒരു സൂയിസൈഡിൻ്റെ വക്കിലോട്ട് പോകുന്നു. ഞാൻ ആലപ്പുഴ പോകുന്നു, ഒരുപാട് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നു, പോയിസൺ കഴിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്തെല്ലാം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നത്ത് ഒരു ഹുക്കിട്ടെന്ന് വിചാരിക്കാം. ഹുക്കിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കും, നീ എന്തെടുക്കാമെന്ന് ചോദിക്കും. ഒന്നുമില്ല, നീ ഒന്ന് വന്ന് പുറത്തേക്ക് ഒരു കാര്യം പറയണമെന്ന് പറയും. എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകും. ഇനി നമ്മൾ എവിടെയെങ്കിലും കായൽ ചാടാം. ഞാൻ ഒരുപാട് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മരണങ്ങളെ പറ്റി ചിന്തിച്ചു. ഒന്നുമില്ല, എൻ്റെ കാൽച്ചോട്ടിൽ മണ്ണ് ഒലിച്ചു പോയി. കാൽച്ചോട്ടിൽ മണ്ണ് ഒലിച്ചു പോയി തന്നെ ഒലിച്ചു പോയി. അതാണ് അവസ്ഥ. ഇനി ഇരുന്ന പട്ടിണിയെടുത്ത് മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് മാറും. ഈ അവസ്ഥയിലാണ് ഞാൻ ആ സമയത്ത് നിൽക്കുന്നത്. കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വന്നു, കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വന്നു, ചിത്തപ്പേരുകൾ അനുഭവിക്കേണ്ടി വന്നു. കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂ. ഈ സമയത്തെല്ലാം എനിക്കൊരു വിളി വരുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഓഡിറ്റോറി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമുക്കുണ്ട് ഡിപ്രഷൻ സ്റ്റേജിൽ. നമ്മുടെ ചെവിട്ടിൽ ശബ്ദം കേൾക്കാൻ തുടങ്ങും. നമ്മൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന, നമ്മളെ വിളിക്കുന്ന പോലെ ശബ്ദം കേൾക്കും. ഇത് ആക്ച്വലി സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് ഇത്. നമ്മൾ അകലേന്ന് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴ ഒരു കായലിൻ്റെ തിട്ടത്തിൽ ഇങ്ങനെ പോയിരിക്കുക സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി. ഈ സമയം എനിക്ക് അകലേന്നൊരു വിളി എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണ്. ശരി, എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യാം, ഒരു യാത്ര അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിളി എന്താണോ ഈ വിളിയെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഏകദേശം ഇന്ത്യ മുഴുവനും കറങ്ങി. ആ സമയത്ത് അങ്ങനെ കറങ്ങി ഞാൻ അവസാനം വന്ന് ഒരു ആശ്രമത്തിൽ വന്ന് പെട്ടു. എനിക്കറിയില്ല, ഞാനൊരു ക്രിസ്ത്യനാണ്, റോമൻ കാത്തലിക്കാണ്, എനിക്ക് ഹിന്ദു ദൈവങ്ങളെ പറ്റിയിട്ട് എനിക്ക് ഒരു ധാരണയില്ല. എന്താ ഒരു അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവിടെ ഏത് ദൈവമാണ് ഇരിക്കണമെന്ന് എനിക്കറിയില്ല, അവിടുത്തെ റിച്വൽസ് എന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ നേരെ ചെന്നിട്ട് എൻ്റെ ഒരു ആശ്രമത്തിലോട്ട് ചെന്ന് കയറാം. അവിടെ ഒരു ഗുരു ഉണ്ട്, തക്കലെ ബ്രഹ്മാനന്ദഗിരി ആണ് എൻ്റെ ഗുരു, ക്രിയായോഗിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, കരഞ്ഞ് പിഴിഞ്ഞ് ഒരു തോളത്തൊരു സഞ്ചി കെട്ടിട്ട് ഞാൻ കയറി ചെല്ലുന്ന വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് ആരുമില്ല എൻ്റെ ജീവിതത്തിൽ, എല്ലാവരും ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് ഒന്നുമില്ല, വീടില്ല, ഒന്നുമില്ല, ജീവിതത്തിൽ ആകെ ബുദ്ധിമുട്ടിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഗുരു എൻ്റെ അടുത്തൊരു ചോദ്യം, നിന്നെപ്പോലെ ആവാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, നീ ഇപ്പം ഇത്രയും വളരെ ചെറുപ്പത്തിൽ നീ ഈ അവസ്ഥയിലോട്ട് എത്തിക്കും, നീ ഭാഗ്യവാനല്ലേ. എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന്. ഞാൻ ആശ്രമത്തിൽ നിന്നു, ആശ്രമത്തിൽ ലൈഫുമായിട്ട് മുന്നോട്ട് പോയി. അവിടെ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നു, എന്ന് കഴിഞ്ഞാൽ ക്രിയായോഗിയിൽ ദീക്ഷ സ്വീകരിക്കുന്നു, ഗുരു ഉപദേശം തരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇനി നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പെടുന്നത്, ഞാൻ മാധ്യമപ്രവർത്തനമാണ്, നല്ല ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് നാട്ടിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സന്യാസ ദീക്ഷ വേണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു സമയമായിട്ടില്ലടാന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നീ തിരിച്ച് നാട്ടിലോട്ട് ചെല്ലും. ഞാൻ പറഞ്ഞു നാട്ടിൽ പോയാൽ ശരിയാവില്ല, കാരണം മൊത്തം പ്രശ്നമാണ്, മൊത്തം അലമ്പായിട്ട് കിടക്കാം. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ വെറുതെ അലമ്പാവുള്ളൂ. കാരണം ഒരു കൊച്ചി ലൈഫിനെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. എല്ലാ തരത്തിലുമുള്ള കൊച്ചി ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഗുരുവില്ല, നീ പോകണം എന്ന് പറഞ്ഞു. ഞാൻ ശരി പോകാമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ വീണ്ടും കൊച്ചിയിലോട്ട് വരുന്നു. വീണ്ടും മീഡിയ പ്രവർത്തനത്തിലൂടെ ആക്ടിവേറ്റ് ആവുന്നു. ഈ സമയത്ത് മുഴുവനും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന ടൈമായിരുന്നു. അതെല്ലാം എൻ്റെ ജോലി മാത്രമായിരുന്നു. ഒരിക്കലും എനിക്കതിൽ സന്തോഷമില്ല, എനിക്ക് ആനന്ദമില്ല. പലപ്പോഴും തോന്നി ഇതെല്ലാം അവസാനിപ്പിച്ച് എങ്ങനെയും പോകാനൊക്കെ തോന്നും. പക്ഷേ ആ സമയത്ത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട് എനിക്ക് ചുറ്റും. അവരെല്ലാവരും ഞാൻ നോക്കിയേ പറ്റും. അതുകൊണ്ട് എനിക്ക് ആ ജോലിയിൽ തുടരേണ്ട വന്നു. ഇതിനിടയ്ക്ക് എനിക്ക് ഭഗവാൻ ശിവൻ്റെ ഒരു ദർശനം ലഭിക്കുന്നു എൻ്റെ ലൈഫിൽ. അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ഇന്ന് ഞാൻ കാണുന്ന റോജിൽ ബാബാജിയിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം എനിക്ക് ശിവദർശനം ലഭിക്കുന്നു, ശിവനെയും പാർവതിനെയും കാണാൻ പറ്റുന്നു. കൈലാസത്തിൽ ചെന്നു. അവിടെ നിന്ന് എനിക്ക് ഭഗവാന്റെ ഒരു ഗിഫ്റ്റ് എനിക്ക് ലഭിക്കുന്നു. ആ ഗിഫ്റ്റ് എനിക്ക് ലഭിച്ചതിന് ശേഷം, ഞാൻ ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഒരുപാട്, ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാത്ത, ആ ഗിഫ്റ്റ് എനിക്ക് ലഭിക്കുന്നു. ആ ഗിഫ്റ്റ് എനിക്ക് ലഭിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നത് ഞാനൊരു ഒരു 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 ഹീലർ ആവുന്നു, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നു. എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, അവരുടെ ബോഡിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, അവിടെ കൂടെയുള്ള എനർജീസിന് എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷമാണ് ഇന്ന് ഞാൻ കാണുന്ന രൂപത്തിലോട്ട് കൺവേർട്ട് ആയത്. പിന്നെ എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. അതായത് എനിക്ക് പിന്നെ പണം വേണ്ട, ജോലി വേണ്ട, പ്രൊഫഷൻ വേണ്ട, എനിക്ക് അംഗീകാരങ്ങൾ വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ പൂർണ്ണമായിട്ട് ഇതിലോട്ട് കൺവേർട്ട് ആവുന്നു. അന്ന് എനിക്ക് ഭഗവാൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു. അന്ന് എനിക്ക് ഒന്നുമില്ല, ഒരു നീല ഗോളം പോലത്തെ ഒരു സാധനം എൻ്റെ കയ്യിൽ വെച്ച് തന്നിരുന്നു. അത് പിന്നീട് എൻ്റെ ബോഡിയിലോട്ട് മുഴുവൻ സ്പ്രെഡായി എനിക്ക് ഈ സാധനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വളരെ ചെറുപ്പത്തിൽ മാതാവിൻ്റെ ദർശനങ്ങളൊക്കെ എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് ദർശനമാണ്. വളരെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മേനേക്കാളും കൂടുതൽ അമ്മ എന്ന് വിളിക്കുന്നത് മാതാവിനെയാണ്. ഞാൻ
അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ, അത് എത്രാമത്തെ വയസ്സാന്ന് തൊട്ട് വരയ്ക്കണം, ഒരു 6 വയസ്സ് 7 വയസ്സ് മുതലുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് ഞാനത്. അന്നൊന്നും സുഹൃത്തുക്കളില്ല, ആരുമില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ചിന്തിക്കും അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത്. ഞാൻ ഏകദേശം ഒരു 7 വയസ്സ് മുതൽ ജോലിക്ക് ഇറങ്ങിയത്. 7ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കേണ്ടി വന്നു. വീട്ടിലെ ചില സാഹചര്യങ്ങൾ ആയതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ അവിടുന്ന് മുഴുവനും ഞാൻ പഠിച്ചത് മുഴുവനും ഞാൻ പണിയെടുത്ത് ഞാൻ സമ്പാദിച്ച് ആണ് ഞാൻ എൻ്റെ ലൈഫ് മുഴുവനും കൊണ്ടുപോയത്. ഒരിക്കലും എൻ്റെ പാരൻസിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇന്ന് വരെ എൻ്റെ പാരൻസ് എൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നിട്ടില്ല. എന്നെ കൊണ്ട് സ്കൂളിൽ ചേർത്തിട്ടില്ല, കോളേജ് ചേർത്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അവരും വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. പക്ഷെ ഇവിടെ എല്ലാം ഞാൻ എന്ന് പറയുന്ന വ്യക്തിനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരു ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതായിരുന്നു എൻ്റെ തെളിവ്. ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്തോ തോന്നി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എൻ്റെ സ്പിരിച്വാലിറ്റി ഞാൻ ഇന്നിവിടെ ഇരിക്കണതിൻ്റെ ലക്ഷണമാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ സ്പിരിച്വാലിറ്റി. എക്സ്പീരിയൻസ് ആവണം സ്പിരിച്വാലിറ്റി. വായിച്ച ബുക്കുകളോ കഥകളോ മറ്റുള്ളവർ പറഞ്ഞു തന്നതോ ആവരുത് നമ്മുടെ സ്പിരിച്വാലിറ്റി. നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് എന്ത് തന്നു, നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എങ്ങനെ വന്നു, എങ്ങനെ നിന്നു എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അതിനെ വിശ്വസിക്കാവൂ. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ കഥകളിൽ നിന്ന് വിശ്വസിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവർ പറഞ്ഞ ബൈബിളല്ല, ഭഗവത്ഗീതയല്ല സ്പിരിച്വാലിറ്റി. അതെല്ലാം അന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ബൈബിളിലാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും രാമായണത്തിലും എല്ലാത്തിനും അടങ്ങിയിരിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണെന്ന് അതൊരു സത്യമാണ്. ആ സത്യത്തെ ഞാൻ എൻ്റെ ഉള്ളിലോട്ട് എന്നാണോ എടുക്കുന്നത് അന്നാണ് ഞാനത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഞാൻ ഒരിക്കലും ഭഗവാന്റെ ദർശനം കിട്ടുന്ന ഞാൻ എൻ്റെ ചിന്തയിൽ പോലുമില്ല. എന്താ പ്രശ്നം ക്രിസ്ത്യാനിറ്റിയുടെ? നമുക്കിത് ചെയ്യാൻ പാടില്ല. അമ്പലങ്ങളിൽ പോകാൻ പാടില്ല, പ്രസാദം കഴിക്കാൻ പാടില്ല, ശബരിമലയ്ക്ക് പോകാൻ പാടില്ല, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല, അരവണ കഴിക്കാൻ പാടില്ല. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ഇപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അങ്ങനെ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഞാൻ ഒരിക്കലും ശിവനെ കാണുന്നു, ഭഗവതിനെ അല്ലെങ്കിൽ പാർവതിനെ കാണുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ സംശയം കൺഫ്യൂഷൻ വന്നില്ല. ആദ്യം നമ്മൾ മാതാവിന്റെ ദർശനം കിട്ടി, പിന്നീട് ശിവന്റെ ദർശനം കിട്ടുന്നു, അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നില്ല? ഇല്ല. അതെന്താ മീൻസ് ഇപ്പം എനിക്ക് ഞാൻ വേർതിരിച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. കൺഫ്യൂഷൻ എന്താണ് നമ്മുടെ കൺഫ്യൂഷൻ? നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നുള്ളൂ, അല്ലേ? അല്ലാതെ എങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്? അല്ലാതെ വരില്ല. ഭഗവാന്റെ ദർശനത്തിന് ശേഷമാണ് എന്നിലോട്ട് ഈ അത്ഭുതകരമായ മാറ്റങ്ങളെല്ലാം എനിക്ക് സംഭവിക്കുന്നത്. ഞാൻ അപ്പോഴും ഒന്നും ഇത് ആരോട് പറഞ്ഞിട്ടില്ല. ഞാൻ ABC വർക്ക് ചെയ്യുമ്പോഴും അതിന് വർഷങ്ങൾക്ക് മുന്നൊന്നും ഞാനിത് ആരോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരാളോട് പറഞ്ഞു. അതാണ് എനിക്ക് പിന്നീട് പറ്റിയ സത്യം പറയാനോ. ഞാൻ എൻ്റെ ആശ്രമത്തിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൽ നിന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കൂട്ടുകാരനാണ് അവൻ. അവനെയും വിളിച്ചു. അവനെ വിളിച്ചേടാ, ഞാനിങ്ങനെ ആശ്രമത്തിൽ നിന്നൊക്കെ ഇറങ്ങി എനിക്ക് ഇങ്ങനെ ഒരു അന്നൊന്നല്ല കേട്ടോ, എനിക്ക് അന്ന് കാളീനെ കണ്ട ഒരു അനുഭവമാണ് അന്ന് ഞാൻ അവനോട് പറയുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ കാളീനെ ഇങ്ങനെ ഇവനെന്നെ ഇടുക്കണ വഴിക്ക് തെറി വിളിച്ചു. തന്നെ പച്ച തെറി വിളിച്ചിട്ട് പോയി പണിയെടുത്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്, നീ നിൻ്റെ ഒരു ആശ്രമവും കാര്യങ്ങളും പണിയെടുത്ത് ജീവിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഷോക്കായി പോയി പെട്ടെന്ന്. കാരണം ഇവനൊരു ഹിന്ദുവാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവനെന്തിനാ എന്നെ തെറി വിളിച്ചു? എന്നെ തെറി വിളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരുത്തന കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്ക് എപ്പോഴും എന്നെ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സ്നേഹിക്കണ്ട, എന്നെ സപ്പോർട്ടും ചെയ്യണ്ട, ഞാൻ ഓക്കെയാണ്. എനിക്ക് മാനസികമായി ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് സപ്പോർട്ടും കെയറൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് എന്തോ മാനസികമായ പ്രശ്നമുള്ളവർക്കാണല്ലോ ഇത് കൊടുക്കണ്ടേ. ഞാൻ മാനസികമായ പ്രശ്നം ഒന്നും ഇല്ലാത്ത ഒരാളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ആഗ്രഹിക്കാറില്ല. പക്ഷേ എൻ്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞുതരാൻ എൻ്റെ കൂടെയുള്ള ആൾക്ക് എപ്പോഴും ഞാൻ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു തന്നാലാണ് എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ തെറി വിളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനാണ്. എനിക്ക് ഷോക്കായി പോയി. അതിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റി മിണ്ടിയില്ലാണ്ട് ഒരു സ്പിരിച്വലായിട്ട് ഒരു കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം എനിക്കറിയാം തെറി കേൾക്കുന്നു. പിന്നെ നമ്മുടെ കേരളത്തിലിരുന്ന് ഇന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞാനിരുന്ന് പറയുന്നത്. എനിക്കറിയാം ഞാൻ ഇപ്പോഴും ആരോട് സംസാരിക്കുന്നത് ലിമിറ്റ് ചെയ്തിട്ടാണ്. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഞാൻ ലിമിറ്റ് ചെയ്ത് ഇതിനകത്ത് ഒരുപാട് അത്ഭുതകരമായ വിഷയങ്ങളുണ്ട്, ഒരുപാട് ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഞാൻ ലിമിറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. കാരണം എന്താ, ഇത് നാളെ തെറിവിളി കേൾക്കും. ഒരുപാടുണ്ട് മോനെ, ഒരുപാട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത് ശിവന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് ഏത് എക്സ്ട്രീമിലാണെന്ന്. ഓക്കെ, അപ്പോൾ ശിവദർശനം കിട്ടിയത് വേണമെങ്കിൽ സ്വപ്നമാണെന്ന് ചോദിക്കാം, എന്റെ തോന്നലാണെന്ന് ചോദിക്കാലോ, ഉറപ്പായിട്ട് ചോദിക്കാലോ. നമുക്ക് വേണ്ടി അങ്ങനെ എടുക്കാം. നമുക്ക് അത് വേണമെങ്കിൽ ഒരു വിഷ്വൽ ഹാലുസിനേഷന്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കലി നമുക്ക് അത് എടുക്കാം. സൈക്കോളജിക്കലി വരുന്ന ഒരു ഇഷ്യൂ ആണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ വന്നിരിക്കില്ല.
എങ്കിൽ ഇന്ന് ഞാൻ ഇത്രയും 40-45 രാജ്യങ്ങളും ഇത്രയും ശിഷ്യന്മാരുള്ള ഒരാളായിട്ട് മാറില്ല. അവരൊക്കെ കിടക്കാൻ തലയ്ക്ക് ഓളമായിട്ടല്ല എൻ്റെ കൂടെ കിടക്കുന്നത്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബേസിക്കലി നമ്മളൊരു സാധനത്തിൽ വിശ്വസിച്ച് അതിൻ്റെ പുറകെ നടക്കുവാണെങ്കിൽ അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ സ്പിരിച്വൽ മേഖലയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ആൾക്കാർ ഈസിലി കൺവിൻസ് ആവുന്ന ഒരു മേഖലയാണ് സ്പിരിച്വൽ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടി ആയിക്കൂടെ ശിവനെ കണ്ടതൊരു സ്വപ്നമായതുകൊണ്ട് പിന്നീട് ഈ ഒരു മേഖലയിലേക്ക് വന്നു, അങ്ങനെ ആയിക്കൂടെ? എത്ര വർഷം പള്ളി പോയി? ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്. 23 വർഷമായിട്ട്. എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്തും അതുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഇപ്പം ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നേ ഉള്ളൂ. അതൊരു തോന്നലല്ലേ? ജീസസ് ക്രൈസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ക്രിസ്ത്യാനി, അതാ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനി ജനിച്ചു എന്നേ ഉള്ളൂ. അപ്പനമ്മ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. പള്ളി പോണപ്പോ ഇപ്പോഴും പള്ളി പോയിക്കൊണ്ടിരിക്കണ? അല്ല, അത് അപ്പയും അമ്മയും ഉള്ളോടത്തോളം കാലം ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഇല്ലാണ്ടാണ് പള്ളി പോകുന്നത്? അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിട്ടോ. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പള്ളി പോകുന്നത്? ഓസ്തി സ്വീകരിക്കാറുണ്ടോ? ഓസ്തി സ്വീകരിക്കാറില്ല. ഇല്ല, ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നല്ല, ആദ്യ കുർബാനയിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നാളുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ സ്വീകരിക്കുന്നില്ല. അല്ല, അത് ഹാലൂസിനേഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ മാനസികമായ വിഭ്രാന്തി എന്നല്ലേ അർത്ഥം? അതെനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമേ. ഞാൻ കണ്ടത് ശിവന്റെ സ്വപ്നമാണെങ്കിൽ ഇതെല്ലാം മറ്റുള്ളവർ കണ്ട സ്വപ്നങ്ങളല്ലേ? ഇതെല്ലാം സ്വപ്നമായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ എന്തിനാ അതിന്റെ പുറകെ ഫോളോ ചെയ്യുന്നത്? സ്വപ്നമാണെങ്കിൽ അത് അവരോട് ചോദിക്കുന്നത്. നമ്മളോട് ചോദിച്ചേ. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ പേഴ്സണലി അത് വിശ്വസിക്കാത്ത ഒരാളാണ്. ഇല്ല, ഞാനിപ്പം കമ്മിറ്റഡ് ആവുകയാണെങ്കിൽ ഇപ്പം ഒരിക്കലും ഒരു റിലീജിയൻ നോക്കിയിട്ടായിരിക്കില്ല അയാളെ കല്യാണം കഴിക്കുക. അപ്പം ഞാൻ റിലീജിയനിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാൻ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചോളൂ. മോനെ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് കണ്ടതിന് ശേഷം അതിനേക്കാളും കൂടുതൽ അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഓക്കെ, കാരണം ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ വിചാരം മുഴുവനും എനിക്കോ ശിവദർശനം എന്തിനും. ഞാൻ ചിന്തിക്കും, എനിക്കെന്തിനാ ശിവൻ ദർശനം തരുന്നതിനാ? എന്നെ വിളിക്കുന്നു, ഞാൻ കൈലാസത്തിലോട്ട് പോകുന്നു, എനിക്ക് അവിടെ സംഭവിക്കുന്നു, എനിക്കൊരു ഗിഫ്റ്റ് തരുന്നു, ഞാൻ ആ ഗിഫ്റ്റ് കൊണ്ട് തിരിച്ചു വരുന്നു, എനിക്ക് പിന്നീട് അങ്ങനെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ ഞാൻ ഹീലിംഗ് ചെയ്യാൻ തുടങ്ങി, ഓട്ടോമാറ്റിക് ഹീലിംഗ്. അപ്പോൾ ചോദിക്കും, പുറത്തുള്ള ആളുകൾക്കല്ല, എൻ്റെ കൂട്ടുകാർക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ അവരെ ഹീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ അന്ന് പുറത്തോട്ട് വിടുന്നില്ല ഈ സാധനങ്ങൾ. അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് ഞാൻ സോളുകളെ കാണാൻ തുടങ്ങുന്നു. പിന്നീട് സോളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ ശരീരം നോക്കി അവരുടെ ഇഷ്യൂ പറയാൻ തുടങ്ങുന്നു. എനിക്ക് ഈ പറയുന്ന മെഡിക്കലായിട്ടുള്ള ഒരു ഫീൽഡും എനിക്കില്ല ആ സമയത്ത്. എനിക്കിങ്ങനെ പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുണ്ട്, ഇത് സംസാരിക്കുന്നത് ഞാനല്ല, എനിക്ക് വിഷയങ്ങളെ പറ്റി സംസാരിക്കാൻ അറിയില്ല എന്ന്. കാരണം ഞാനിത് പഠിച്ചിട്ടില്ല. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു മേഖല, ഒരു സബ്ജക്റ്റിനും പഠിക്കാത്ത ഒരാളാണ് ഞാൻ. ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരാളെൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവരുടെ ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറയുന്നു, അത് കറക്റ്റ് ആവുന്നു. അവർക്ക് സൊല്യൂഷൻ പറയുന്നു, അത് കറക്റ്റ് ആവുന്നു. അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നു, അവരുടെ ബോഡിയിലുള്ള സോൾ പുറത്തോട്ട് ഇറങ്ങുന്നു. പുറത്തോട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രാത്രികളിൽ എൻ്റെ ഒപ്പം സോളിലൊന്ന് സംസാരിക്കുന്നു. ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തോ സംതിങ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി മാനസിക രോഗം തന്നെ ആയിക്കോട്ടെ, എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള തപ്പി നടക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് എന്താ സംഭവിക്കുന്നത്? അതായത് എന്നെ കാണാൻ ആൾക്കാർ വരുന്നു. അന്ന് തുടങ്ങിയ യാത്രയിലാണ് ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 45ഓളം രാജ്യങ്ങളിൽ കൺസൾട്ടേഷൻ പോകുന്നു. ഒരുപാട് മനുഷ്യർ കാണാൻ വരുന്നു. ഒരുപാട് മനുഷ്യർക്ക് ഹീലിംഗ് സംഭവിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഒരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വരാം കോഴിക്കോട് നിന്ന്. അപ്പം എന്നെ കാണണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഞാൻ നോർമലി ചാടിക്കറി ആരും കാണാൻ വേണ്ടി പോവില്ല. എൻ്റെ മാനേജേഴ്സിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ആ വഴി കണക്ട് ചെയ്ത് ഞാൻ ഇടപെടേണ്ട വിഷയമാണോ? ചിലപ്പോൾ ആൾക്കാർ ഒരു ബിലീവിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടും എന്നെ കാണാൻ വേണ്ടി വരും. ഞാനൊരു ദൈവമൊന്നുമല്ലല്ലോ അതിൻ്റെ അകത്ത്. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് സഹായിക്കാൻ പറ്റും, എൻ്റെ അപ്പുറത്തോട്ടും എനിക്ക് സഹായിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വരുന്നു. ആ പയ്യൻ എന്നെ കാണാൻ വേണ്ടി കാലടിയിൽ എൻ്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് പോകുന്നു. ആ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഇവരെന്നെ വിളിച്ചു. ഞാൻ അബദ്ധത്തിൽ ചില കോളുകൾ ഞാൻ പിക്ക് ചെയ്യും. അതിന് ബാബാജി എനിക്ക് നിങ്ങളൊന്ന് കാണണം, കണ്ടില്ലെങ്കിൽ ഞാൻ മരിക്കാൻ ആലുവ പാലത്തിൽ ഞാൻ കയറി നിൽക്കുക, നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചാടി മരിക്കും. ഞാൻ പറഞ്ഞ പൊന്നു മോനെ, അവസാന കോൾ എനിക്ക് വന്നേക്കണേ, ഇനി എന്നാ നിന്റെ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു.
ശരി. അവൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം, എനിക്ക് അറിയില്ല എന്താ പ്രശ്നം. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പയ്യന്. നമ്മൾ ശരി, നീ ഒരു കാര്യം ചെയ്യും, നീ ആലുവ ശിവക്ഷേത്രത്തിലോട്ടൊന്ന് വാ, ഞാൻ വൈകുന്നേരം ഞാൻ അവിടെ പോകുന്ന എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലോട്ടൊന്ന് വാ. ശരിയെന്ന് പറഞ്ഞു. ഞാനൊരു 5:30 ചെന്നു. ഈ പയ്യൻ 5:30 എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തുന്നത് 6 മണിയായപ്പോഴെത്തിയത്. ഇവൻ പാലത്തിലേക്ക് നിൽക്കുക. ഇവൻ കാരണം ഒന്നുമില്ല മോനെ, ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു ഒരുത്തനെ സംബന്ധിച്ചിട്ട് മരണമാണ് ഏറ്റവും സുരക്ഷിതത്വം. പിന്നെ ഇനി ഒന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ, ഒരു എസ്കേപ്പിംഗ് മൂഡാണ് ആ കാണിക്കുന്നത്. ഞാനവിടെ ചെന്നു. അവൻ എൻ്റെ അടുത്ത് വന്നു. എന്നാ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവനൊരു 28 വയസ്സുള്ള ഒരു പയ്യനാണ്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന് മാനസികമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ തുടങ്ങിയിട്ട് ഒരുപാട് ഇഷ്യൂസ് അവനുണ്ട്. അവിടെ നിന്ന് വന്നിരിക്കുക. അപ്പോൾ ചോദിക്കുന്നത് സൈക്കോളജി ഇഷ്യൂ അല്ലെന്ന്. ആണ്. അവൻ മരുന്ന് കഴിക്കുന്നു. വർഷങ്ങളായിട്ട് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനുള്ള പയ്യനാണ്. ഡോക്ടർ കൈവിട്ടു. ഒരു പ്രശ്നമുണ്ട്. കുറേ നാൾ സൈക്കോളജിക്കൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ അവർ പറയും വേറെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തോളം പറഞ്ഞവർ വിടും. ഇതാണ് സ്വാഭാവികമായിട്ട് എല്ലാം സംഭവിക്കുന്നത്. കൗൺസിലിംഗ് കഴിഞ്ഞാണ് ഒരു സൈക്കാട്രിക് ഡോക്ടറെ കണ്ടിട്ടാണ് ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ഡോക്ടറെ കാണുന്നത്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ബാബാജി നിങ്ങളെ കണ്ടില്ല ഞാൻ മരിക്കുക. അവന് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. എൻ്റെ വിഷയം അവനവിടെ അവനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്. ഇവൻ്റെ ശരീരത്തിൽ ഒരു സോളുണ്ട്. അവൻ്റെ ഒരു നെഗറ്റീവായൊരു സോളുണ്ട്. സോളുകൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. ഈ സോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബോഡിയിൽ നിന്നുള്ള ഊർജ്ജം മുഴുവനും വലിച്ചെടുത്ത് അത് മോക്ഷത്തിലോട്ട് പോകും. അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഈ എനർജി എടുത്തിട്ടാണ് ആ സോൾ ജീവിക്കുന്നത്. ഈ സോൾ എന്നാണ് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുന്നത്, അന്നാണ് ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒന്നുമില്ല. ഒരിക്കലും ഒരാളെ പബ്ലിക് പ്ലേസിലെത്തി കർമ്മം ചെയ്യാൻ പാടില്ല. പക്ഷേ അവൻ മരിക്കും. അതെൻ്റെ ഉത്തരവാദിത്വം. അവനെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. അവനെ ഇരുത്തി 15 മിനിറ്റ് കൊണ്ട് അവൻ്റെ ശരീരത്തിലെ സോളിനെ പുറത്തോട്ടിറക്കി അത് അവൻ കണ്ടു. ശിവക്ഷേത്രത്തിലോട്ട് പോകുന്നത്, അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സാധനം പുറത്തോട്ട് ഇറങ്ങി ശിവക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അതിപ്പിനെയാണ് അവൻ ചിരിക്കാൻ തുടങ്ങുന്നത്. അവൻ പറഞ്ഞത് അവൻ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറഞ്ഞു. അവൻ നീ ഒരു കാര്യം വലം വെച്ചിട്ട് വാ, കുളിച്ചിട്ട് വാ, അവിടെ ദക്ഷിണയിട്ടോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചപ്പോൾ ഇവൻ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇവൻ വിശക്കാൻ തുടങ്ങി. ഇവൻ്റെ ശരീരത്തിൽ വിശക്കാൻ തുടങ്ങി. ഇവൻ്റെ ശരീരത്തിൽ മുഴുവൻ ഇവൻ്റെ മുഖമൊക്കെ മാറി. ഇവൻ പറഞ്ഞ് എൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങിപ്പോയി, എന്താണെന്ന് എൻ്റെ അടുത്ത് നോക്കി. അവൻ നീ അത് അറിയണ്ട എന്താ വിഷയമൊന്നും. ഇന്ന് എൻ്റെ ഫോൺ നമ്പർ അവൻ്റെ കേട്ടു ഞാൻ തരാൻ വിളിച്ചു ചോദിച്ചു എന്താ സംഭവിച്ചത്, എന്താണ് എൻ്റെ അത് സൈക്കോളജിക്കൽ ഫാക്ടർ എന്താണ്? ഒന്നുമില്ല. ഇതിനെയാണ് സോൾ ഇഷ്യൂ എന്ന് പറയുന്നത്. പിശാച് ബാധിതർ എന്ന് പറയും. പിശാച് ബാധിതർ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന കഥകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാനിവിടെ ഇരുന്നിട്ട് ഒരു ഹാലൂസിനേഷൻ കഥ പറയുന്നതല്ല, സ്വപ്നം കണ്ടതിൻ്റെ ബേസിലല്ല ഞാനത് പറയുന്നത്. എനിക്ക് ആ കഴിവുള്ള വ്യക്തിയല്ല ഞാൻ, എന്ന് എൻ്റെ കൂടെ എന്തോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ചെയ്തത് ഞാനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായി കാണാൻ പറ്റും. ഭഗവാനും അവിടെ നിൽക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരന്മാരും എൻ്റെ കൂടെ നിന്ന് എനിക്ക് സാന്നിധ്യം തരുന്നു. അവരെല്ലാം വിളിച്ച് വരുത്തിയിട്ടാണ് ഞാൻ സാന്നിധ്യം അപേക്ഷിച്ചിട്ടാണ് ആ കർമ്മം ചെയ്യുന്നത്. ഒന്നുമില്ല, 1 രൂപ വാങ്ങിച്ചിട്ടല്ലേ കർമ്മം ചെയ്തത്. 1 രൂപ അത് എനിക്ക് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന സമ്മാനമാണ്, ഗിഫ്റ്റാണ്. അത് ഞാൻ അല്ലാതെ തന്നെ ഉപയോഗിക്കണം. അവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്, അവനൊന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അവനൊന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. അതെനിക്ക് കൊടുക്കാം. എങ്ങനെയാണ് ഒരു 15 മിനിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നമാണെങ്കിൽ, ഞാൻ അന്ന് കണ്ട സ്വപ്നമാണെങ്കിൽ ഈ കണ്ട മനുഷ്യർക്ക് എല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ എല്ലാവരുടെ ശരീരത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പിശാച് ബാധിതരാണെങ്കിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും എങ്ങനെ റിലീസാവുന്നു, എങ്ങനെ പുറത്തു പോകുന്നു? അതെന്താ അവിടെ സംഭവിക്കുന്നത്? അതെൻ്റെ ഹാലൂസിനേഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹാലൂസിനേഷൻ ആണെന്ന് മാത്രം. ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? റിസൾട്ട് കിട്ടില്ല. ഞാനിവിടെ ഇരുന്ന് ഒരു മയക്കം വെച്ചുകൊണ്ടിരുന്ന് കഥകളും ഈ പറയുന്ന രാമായണം, ഭഗവത്ഗീതയും ബൈബിളും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയല്ല. പുരോഹിതർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഇതെല്ലാമാണ്. അവർ ബൈബിളിൽ ചില കഥകൾ പറയും, ചില മോട്ടിവേഷൻ പറയും, ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇത് കേൾക്കാനല്ലേ നമ്മൾ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നല്ലാതെ നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് സംഭവിക്കാം. അല്ലാതെ എന്താ? നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ചെന്ന് നോക്കും, നിങ്ങളോട് പ്രാർത്ഥിക്കാനേ പറയുള്ളൂ. മാറ്റിത്തരുന്ന ഒരാളെ കാണിച്ചാൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, പിശാചുബാധിതരെ ഒക്കെ സുഖപ്പെടുത്തുന്ന അച്ഛന്മാരുണ്ട്. ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു. എനിക്കറിയാൻ പറ്റും. എനിക്ക് ഒരുപാട് അച്ഛന്മാരെ എനിക്കറിയാം. ഞാൻ ഒരുപാട് അച്ഛന്മാരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ സീക്രട്ടായിട്ട്, വളരെ രഹസ്യമായിട്ട് ഞാൻ ഒരുപാട് അച്ഛന്മാരെ സഹായിക്കാറുണ്ട്. ഒരുപാട് അച്ഛന്മാരെ എൻ്റെ അടുത്തോട്ട് കേസ് റെഫർ ചെയ്യാറുണ്ട്. ഒരുപാട് അമ്പലങ്ങളിലെ പൂജാരിമാർ, വളരെ സ്നേഹമുള്ള ഒരുപാട് പൂജാരിമാരുണ്ട്. അവരെല്ലാവരും അമ്പലത്തിലോട്ട് വരുന്ന കേസുകളെല്ലാം എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നത്. അത് ആത്മഹത്യയുടെ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളെ ഞാൻ സഹായിക്കും. കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ നിന്നത്, ഒരിക്കലും ഇതേ സാഹചര്യത്തിൽ ഇതേ അവസ്ഥയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മരിക്കുമെന്ന് പറഞ്ഞ് നിന്ന ഒരാളാണ് ഞാൻ ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആത്മഹത്യയുടെ വക്കിലായിരിക്കണം. മറ്റേത് നമുക്ക് തോന്നലുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മരിക്കും, ജീവിക്കാം. ഇതല്ല, ശരിക്കും ജീവിതം തകർന്ന് തരിപ്പടമായി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. നമുക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റില്ല.
നമുക്ക് പറ്റാവുന്ന ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യർ ഉറപ്പായിട്ട് എന്നെ തേടി വരും. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് മനുഷ്യർ. ഏകദേശം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഒരു 6 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 300-350 ആത്മഹത്യ കേസുകൾ മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തത് ഒരു ദിവസം. 6 മാസം കൊണ്ട്. 6 മാസം കൊണ്ട് 300-350 മരിക്കുമെന്ന് പറഞ്ഞിരുന്ന, മരണത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞ കേസുകളായിരുന്നു. അവർ മരിക്കുമായിരുന്നു. അവർ ആ 350 ആത്മഹത്യ കേസുകൾ. കുറേ സ്പിരിച്വൽ ഹാലുസിനേഷൻ സംഭവിച്ച കുഞ്ഞുങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കേസുകൾ ഞാൻ സ്പിരിച്വൽ ഹാലൂസിനേഷൻ എന്താ? സ്പിരിച്വൽ ഹാലുസിനേഷൻ ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് ജപിച്ച്, ഒരുപാട് മന്ത്രം ജപിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എനർജി വേരിയേഷൻ സംഭവിക്കും. അത് നമുക്ക് ഹാലുസിനേഷൻ സംഭവിക്കാൻ തുടങ്ങും ഈ സാധനം. ഇത്രയും 350 സൂയിസൈഡ് കേസുകൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് പേരുടെ ജീവിതം, ഇതെല്ലാം എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്ത് പുറകിലെന്തോ ഒന്നില്ലേ? അതൊരു സ്വപ്നമായിരിക്കും അന്ന് എനിക്ക് കണ്ടത്. അന്ന് എനിക്ക് ശിവൻ അല്ലെങ്കിൽ ശിവഭഗവാൻ എനിക്ക് തന്നത് ഒരു സ്വപ്നമല്ലാന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ്. ശിവഭഗവാൻ ഇത് തന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ക്രിസ്ത്യാനിറ്റി വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ചോദ്യം. ഇത് മറ്റു സിനിമയിൽ പറയുന്നത് താങ്കളെ എനിക്ക് മനസ്സിലാകുന്നില്ല. പറയുന്ന ക്രിസ്ത്യാനിറ്റി നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയാ, എന്റെ ക്രിസ്തു അതല്ലെങ്കിലോ? ഓക്കെ, അപ്പം ചേട്ടന്റെ ക്രിസ്തു എന്താണ്? ആരാണ്? ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ക്രിസ്തു. ഞാൻ അനുഭവിച്ച സ്നേഹമാണ്, ഞാൻ അനുഭവിച്ച സംരക്ഷണമാണ് എൻ്റെ ക്രിസ്തു, എൻ്റെ മാതാവ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് ഗീവർഗീസ് പുണ്യാളും സെബസ്ത്യാനോസ് പുണ്യാളും. പക്ഷേ ഇപ്പം സഭയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല ഇങ്ങനെ രുദ്രാക്ഷം അണിഞ്ഞ്. ഇല്ല. എന്നെന്തിനാ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അപ്പൊ കുർബാന സ്വീകരിക്കാതെ, കുമ്പസരിക്കാതെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിറ്റി കീപ്പ് ചെയ്യുന്നത്? യേശുക്രിസ്തു കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു സ്ഥാപിച്ചതാണ് കുർബാന. യേശുക്രിസ്തു അല്ല കുർബാന സ്ഥാപിച്ചത്, തെറ്റിപ്പോയി. വിശുദ്ധ പത്രോസ്ലീഹയാണോ? ആണോ? ആരാ കുർബാന സ്ഥാപിച്ചത്? കുമ്പസാരം. കുർബാന, ആദ്യത്തെ കുർബാന യേശുക്രിസ്തു അല്ലേ സ്ഥാപിച്ചേ? തന്റെ ശരീരവും രക്തവും ദാനം ചെയ്ത് കുർബാനയായി മാറിയത് യേശുക്രിസ്തു അല്ലേ? ബൈബിളിൽ എവിടെയും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കുർബാനയ്ക്കൊന്നും കാണാൻ പറ്റില്ല. 41 ദിവസം വ്രതം എടുത്തു, മരുഭൂമിയില് ധ്യാനിച്ചു. യെസ്. ഒരു പ്രശ്നമുണ്ട് മോനെ, ഈ പറയുന്നതെല്ലാം മറ്റെവിടെ നിന്നോ കേട്ടതും അറിഞ്ഞതും വെച്ചിട്ടാ. ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. അല്ല, ഓക്കെ, ജസ്റ്റ് ഇത് മാത്രം. എന്റെ അനുഭവം, ജീസസ് ക്രൈസ്റ്റ് എന്റെ അനുഭവമാണ്. എന്റെ അനുഭവമാണ് എന്റെ ഭഗവാൻ, എന്റെ ഈശ്വരൻ. ഓക്കെ, മാതാവും എന്റെ അനുഭവമാണ്. അതാണ് യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു കഥകളോ മറ്റൊരു പുസ്തകങ്ങളോ ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പൊ സഭാംഗമല്ലാതെ ഞാൻ എന്തിനാ ഒരു സഭയുടെ അംഗമാവുന്നേ? സഭാംഗ അല്ലാതെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഇപ്പോഴും ഫോളോ ചെയ്ത് കീപ്പ് ചെയ്ത് ശിവഭഗവാൻ തന്ന ആ ഒരു ചൈതന്യം കൊണ്ട് പോകുന്നത്? എന്റെ ഫോണിനോടൊപ്പം കുഴപ്പമില്ലേ? ഇല്ല, എന്റെ കുഴപ്പം ആർക്കും കുഴപ്പം. അപ്പൊ ക്രിസ്ത്യാനിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എന്തിനാ ഇത് കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും ഒന്ന് കീപ്പ് ചെയ്താൽ പോരെ, രണ്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യം? ക്രിസ്ത്യാനിറ്റി കീപ്പ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ക്രിസ്ത്യൻസായി ഒരു റൂൾസ് എടുക്കാതെ ഞാൻ ഈ പറഞ്ഞ ഹോസ്റ്റ് സ്വീകരിക്കുന്നില്ല, ഞാൻ കുമ്പസരിക്കാനും പോകുന്നില്ല. എന്നെ ഇനിയിപ്പോൾ അവിടെ കൊണ്ട് കുഴിച്ചിടുന്ന പോലും എനിക്ക് ഉറപ്പില്ല. സെമിസ്റ്റേരിൽ കൊണ്ട് എന്നെ കുഴിച്ചിടണ്ട. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, തരെ പിരിവില്ല എൻ്റെ കയ്യിൽ. ഞാനല്ല തരുന്നത്, മനസ്സിലാവുന്നത്. എനിക്കത് വേണ്ട. ഞാൻ ഒരു സഭയുടെ അടിയിലും ജീവിക്കാൻ തയ്യാറല്ല. അതെന്തുകൊണ്ടാണ് സഭയിൽ ഇത്രമാത്രം വെറുക്കുന്നത്? വെറുപ്പല്ല മോനെ, അതെന്റെ ഇൻട്രസ്റ്റ് അല്ല, എന്റെ താല്പര്യമല്ല. ഞാൻ എന്തിനാ താല്പര്യപ്പെടുന്നത്? ശിവഭഗവാനെ മോനെ വളരെ രഹസ്യമായിട്ട് പള്ളിയിലച്ചന്മാർ എന്റെ അടുത്ത് മെഡിറ്റേഷൻ പഠിക്കുന്നുണ്ട്. എന്തിനാ? അപ്പൊ എന്തിനാ അത് പറഞ്ഞ? എനിക്കപ്പോ എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞിട്ടെ, വളരെ രഹസ്യമായിട്ട് പല സഭകളിൽ പെടുന്ന അച്ഛന്മാർ എന്റെ അടുത്ത് വന്ന് മെഡിറ്റേഷൻ വളരെ സീക്രട്ട് ഒന്ന് പഠിക്കുന്നുണ്ട്, കുറെ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. മനുഷ്യരെ സഹായിക്കുക എന്നതിനല്ലേ മതം. ഞാനിവിടെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ സഹായിക്കുന്നില്ലേ ഉള്ളൂ. ഞാൻ സഹായിക്കുന്നു, അവരും സഹായിക്കുന്നു, മുസ്ലിംസായ ഉസ്താദുമാരും സഹായിക്കുന്നു. എല്ലാവരും മനുഷ്യരെ സഹായിക്കട്ടെ, പറ്റുന്ന പോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യട്ടെ. നമ്മളെന്തിനാ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കാൻ എന്തിനാ ആഗ്രഹിക്കുന്നത്?
ഓക്കെ, അപ്പം ക്രിസ്തു മതം അല്ലാതെ ഹിന്ദു മതം സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഹിന്ദുമതം അങ്ങനെ സ്വീകരണം ഇല്ല. ഓക്കെ, പ്രോഗ്രാം ഇല്ല. അപ്പം എന്തുകൊണ്ടാണ്, എന്താണ് അവർ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും സ്വീകാര്യത നേടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ, സ്വീകാര്യമായത് ബാബാജിക്ക് സ്വീകാര്യമായത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അങ്ങനെ ഒരു സ്വീകാര്യതയൊന്നുമില്ല. 3 മതങ്ങളിലും വളരെ സക്സസ്ഫുൾ മനുഷ്യരുണ്ട്. ഉസ്താദന്മാരൊക്കെ മുസ്ലിം മതങ്ങളിൽ ഉസ്താദന്മാർ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഉസ്താദന്മാരുണ്ട്. ഫ്രോഡുകളുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ പറയുന്ന പള്ളിക്കിടന്ന് ഒച്ചപ്പാടും ബഹളവും തമ്മിത്തല്ലും സ്ഥലത്തിനും വേണ്ടി സ്വത്തിനും വേണ്ടി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുമ്പോഴും അൾത്താരയിൽ കിടന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴും ഒരു സൈഡിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന ഈശ്വരനെ ജീസസ് ക്രൈസ്റ്റ് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്ന അതിനനുസരിച്ച് ജീവിക്കുന്ന അച്ഛന്മാർ ഒരു സൈഡിലുണ്ട്. 2 ആൾക്കാരുണ്ട്. ഇനി ഹിന്ദു മതത്തിൽ തട്ടിപ്പ് നടത്തുന്ന സന്യാസിമാരും ഉണ്ട്, മനുഷ്യരെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന സന്യാസിമാർ ഇപ്പുറ സൈഡും ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ എങ്ങനെയാണ് ശരിയും തെറ്റും മനസ്സിലാക്കുന്നത്? എല്ലാം നമ്മുടെ വീടിനകത്തുണ്ടല്ലോ ശരിയും തെറ്റുള്ള മനുഷ്യർ. ശരിയും തെറ്റുന്ന സാധനം ഇല്ലല്ലോ, ആൾക്ക് തോന്നുന്നു അവർ ചെയ്യുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ റിയാലിറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടെക്നിക്സ് ഉള്ളത് ഹിന്ദു മതത്തിലാണ്. ഹിന്ദു മതമല്ല, ഹിന്ദു കൾച്ചർ എന്ന് പറയാം, നമുക്ക് വിളിക്കാം. ഹിന്ദു കൾച്ചറിൻ്റെ അകത്താണ് സെൽഫ് റിയലൈസേഷൻ. അവിടെ പ്രാർത്ഥന വേണ്ട. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആശ്രമത്തിലോട്ട് ചെന്ന് കയറുമ്പോൾ കാണുന്നത് ജീസസ് ക്രൈസ്റ്റിനെ, ബാബാജിനെ, ലാഹിരി മഹാശയനെ, പരമഹംസ യോഗാനന്ദൻ്റെ, യുക്തേശ്വരഗിരിയെ തുടങ്ങിയുള്ള ഗുരുക്കന്മാരാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ എന്ത് ചോദിച്ചത് എന്തുകൊണ്ട് എങ്ങനെയാണെന്ന്. ആ കഥകളിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്. എനിക്ക് എന്താ അൾട്ടിമേറ്റ് വേണ്ടേ? ഞാനൊരു ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഞാൻ എന്താണ് എനിക്ക് വേണ്ടേ? ഞാൻ എന്തിലോട്ടാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതാണോ? യേശുക്രിസ്തു എന്താണ്? ഇല്ല മോനെ, നമ്മൾ വിശ്വാസികൾ എന്തിലോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യൻ മതത്തിൽ വിശ്വാസികള് നമ്മളെ സ്വർഗത്തിലോട്ട് സ്വർഗത്തിലേക്ക് പോകാൻ, സമാധാന സന്തോഷം, സ്വർഗത്തിലോട്ട് നമുക്ക് പോകണം. ഹിന്ദു മതത്തിലും പോകുന്നുണ്ട്, മുസ്ലിം മതത്തിലും അങ്ങനെ ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ ഇത് എന്തിന് വേർതിരിവിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. എനിക്ക് പോലും ഈ വേർതിരിവിന്റെ ആവശ്യമില്ല. വേർതിരിവ് നമുക്ക് വന്ന പ്രശ്നമോ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ, അതൊരു വേർതിരിവാണ്. നമുക്ക് എന്തുകൊണ്ട് മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നില്ല? 3 മതങ്ങളും അത് വേർതിരിവല്ലേ? പണമുള്ളവനും പണമില്ലാത്തവനും അല്ലേ വേർതിരിവല്ലേ? ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ യഥാർത്ഥ രൂപം എന്താ? ശരിക്കും കണ്ടിരിക്കുന്ന രൂപം എന്താ? ഒന്ന് കാണിച്ച്, ഒന്ന് കാണിച്ച്, ആ ഫോൺ എടുത്തൊന്ന് കാണിച്ച്, ആ രൂപം കാണിച്ച് കാണിക്കല്ല. പ്രേക്ഷകർ കാണട്ടെ. നമുക്കിപ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാമല്ലോ എന്താണെന്ന്. ആ ജീസസ് ക്രൈസ്റ്റിന്റെ യഥാർത്ഥ രൂപം ഒന്ന് കാണിച്ച്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. നെറ്റിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു മരപ്പണിക്കാരനായ പിതാവിൻ്റെ മകനായിട്ട് ജീവിക്കുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ അന്നത്തെ രൂപവും അന്നത്തെ ഭാവമാണ് കാണിക്കുന്നത്. ഒന്ന് കാണിച്ച്. ഈ രൂപം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത്. ആണല്ലോ. ഏതെങ്കിലും പള്ളിയിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ രൂപം? ഇല്ല. കറുത്തിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റിനെ ഇത്രയും മുടിയെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വളരെ വളരെ, അതായത് തെരുവിലൂടെ നടക്കുന്നതാണല്ലോ ജീസസ് ക്രൈസ്റ്റ് അന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. എല്ലാവർക്കും സംസാരിച്ച് എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറ്റി അസുഖബാധിതരെല്ലാം സുഖപ്പെടുത്തി നടക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ്. ഏറ്റവും അഗ്ലിയായ വേഷം നമുക്ക് പറയാം. എവിടെയാണ് ഈ ജീസസ് ക്രൈസ്റ്റിനെ ഒരു പള്ളിയിൽ കാണിച്ചത്? ഒരു അൾത്താരയിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നിങ്ങളുടെ വീടിൻ്റെ അകത്ത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ രൂപം കാണിച്ചത്? നിങ്ങൾ ഏത് ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിക്കുന്നത്? ക്രിസ്ത്യാനിറ്റിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ആ ജീസസ് ക്രൈസ്റ്റ് ഒന്ന് കാണിച്ചാൽ എന്താ? നിങ്ങൾക്ക് സൗന്ദര്യമുള്ള, വളരെ ചുണ്ടുകളെല്ലാം ചുമന്നിരിക്കുന്ന, വെളുത്തിരിക്കുന്ന, ഏറ്റവും സുന്ദരനായ ഒരു ജീസസ് ക്രൈസ്റ്റിനോടോ നിങ്ങൾ സൗന്ദര്യബോധം കൊണ്ടുവന്നു. ഈ സൗന്ദര്യബോധത്തിൽ നിന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജീസസ് ക്രൈസ്റ്റ് ഇപ്പം കാണിച്ചതാ ഒന്നുമില്ലാത്ത, തെരുവിൽ കിടന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, ഒരു പക്ഷെ അത് മരണത്തിലോട്ട് വരെ എത്തിയ ജീസസ് ക്രൈസ്റ്റാണ് എൻ്റെ ജീസസ് ക്രൈസ്റ്റ്. ഒരു പക്ഷെ നാളെ ഞാൻ മരണത്തിലോട്ട് എത്തിയതെന്ന് പറയാൻ പറ്റില്ല, മരണം സ്വീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ആ പുള്ളിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനിപ്പോൾ തന്നെ പ്രശ്നം അതാണ് എൻ്റെ. നിങ്ങൾ പറയുന്ന ഒന്നും എൻ്റെ അല്ല. നിങ്ങൾ പറയുന്ന വലിയ വലിയ പുരോഹിതർ നടക്കുന്ന ആഡംബര കാറോ വലിയ ബംഗ്ലാവുകളോ അല്ലെങ്കിൽ വലിയ മണിമാളികളോ ആഡംബരമായ ഭക്ഷണങ്ങളോ പണമുള്ളവൻ്റെ കൂടെയുള്ള പുരോഹിതരല്ല എൻ്റെ ജീസസ് ക്രൈസ്റ്റ്. എനിക്കതിനകത്ത് തന്നെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങൾക്ക് മുന്നേ ഈ ബോധം എനിക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മതത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ ഇന്നും ഒരു പരിപാടിക്ക് പോകുന്നില്ല. ഞാനൊന്നും അങ്ങനെ അമ്പലങ്ങളിലും പോകാനുള്ള ഒന്നുമില്ല. ഞാൻ ഇന്ന് എന്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ അകത്ത് വരാത്ത ഈശ്വരനെ എനിക്ക് വേണ്ട. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അത് ഏറ്റവും വൃത്തികെട്ട സ്ഥലമാവട്ടെ, റോഡ് സൈഡ് ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ അകത്താവട്ടെ, അവിടെ എൻ്റെ ഈശ്വരൻ്റെ സാന്നിധ്യം എനിക്ക് വന്നില്ലെങ്കിൽ ആ ഈശ്വരൻ എനിക്ക് വേണ്ട. നിങ്ങൾ പറയുന്ന പള്ളികളിലും അമ്പലങ്ങളിലും മാത്രമുള്ളൂ എങ്കിൽ അവിടെ ഇരുന്നോട്ടെ. പൈസ ഉള്ളവൻ മാത്രം പോയി പ്രാർത്ഥിച്ചോട്ടെ. പൈസ ഇല്ലാത്തവൻ എന്ത് ചെയ്യണം? എല്ലാത്തിനും വേർതിരിച്ചില്ലേ?
യഥാർത്ഥ ഭക്തി പ്രണയഭക്തിയാണ് മോനെ. പ്രണയമില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന ഈശ്വരനെ, ജീസസ് ക്രൈസ്റ്റിനെയും മാതാവിനെയും ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ വേദനയിലാണെങ്കിലും, നിങ്ങൾ എന്തിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനെ, ജീസസ് ക്രൈസ്റ്റിനെ നെഞ്ചോട് ചേർത്ത് ആ കണ്ണുനീര്, നമുക്ക് വരുന്ന സങ്കടം പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതെനിക്ക് തന്നതാണ്. എന്തിന്? നീ നിൽക്കുന്ന ഈ ജീവിതം ശരിയല്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടലുകൾ വരണം. നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവുന്നത്. ഒറ്റയ്ക്കാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബലം കിട്ടുന്നത്. അല്ലാതെ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റില്ല. സ്പിരിച്വാലിറ്റി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ സെബസ്ത്യാനോസിന് എന്ത് സംഭവിച്ചു? ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ആ വിശ്വാസം മുറുകെ പിടിച്ചതിന് മരണം സംഭവിച്ചു. എങ്ങനെ മരണം സംഭവിച്ചു? അമ്പുകൾ എഴുതി കൊന്നു. അപ്പം നമ്മൾ എന്താ ഇവിടെ മനസ്സിലാക്കണ്ടേ? ദൈവത്തെ പ്രാർത്ഥിച്ച് നമ്മൾ മരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? സൗഭാഗ്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടേണ്ട സാധനം, നമ്മുടെ നീഡ്സ് പോയി നിന്നങ്ങ് പ്രാർത്ഥിക്കുക. ഡ്രാമാറ്റിക് ആവാം. അമ്പലങ്ങളിലും പള്ളികളിലും പോയി നിന്ന് എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം. പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ പിരിവും വേണം. പൈസ ഇട്ട് കൊടുക്കണം. പൈസ ഇട്ട് കൊടുക്കാതെ എന്ത് കാര്യം ഒരു പള്ളിയിൽ സൗജന്യമായിട്ട് ചെക്ക് ചെയ്തിരുന്നു? പൈസ കൊടുക്കാതെ ഒരു കാര്യം പറഞ്ഞു? ഒന്നുമില്ല. ജീസസ് ക്രൈസ്റ്റിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ശരിക്കും കുർബാന നടക്കേണ്ടത് കാലിത്തൊഴുത്തിലല്ലേ? കുർബാന നടക്കേണ്ടത് കാലിത്തൊഴുത്തിലാണ്, മണിമാളികളല്ല. മണിമാളികളില്ല ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലാവുന്നുണ്ട്? കാലിത്തൊഴുത്തിൽ കുർബാന നടത്താൻ അവിടെയാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത്. പുൽക്കൂടിൻ്റെ അകത്ത് വെക്കുന്നുണ്ടല്ലോ. എന്താ എൻ്റെ ലക്ഷ്യം? എന്നാ? ഒരാളെ കാണിച്ചാൽ അങ്ങനെ ജീവിക്കുന്ന ആരുമില്ല. ഞാൻ ഒരാളെ കുറ്റം പറയണമെന്നല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. എടാ, ഇവിടെ പാവപ്പെട്ടവനൊന്നും ഇല്ല മോനെ. ഇവിടെ പണമില്ലാത്തവന്, പാവപ്പെട്ടവന്, മാനസികമായി ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒന്നും ഇവരാരും ഇല്ല അവിടെ കൂടെ. ഉള്ള ആളുകളുണ്ട്, വളരെ സ്നേഹമുള്ള ആളുകളുണ്ട്. ഞാൻ ക്രിസ്ത്യൻ മാത്രമേ വിമർശിക്കുന്ന ഒന്നുമല്ല. ഇറ്റ്സ് റിയാലിറ്റി. 3 മതങ്ങളിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് 3 മതങ്ങളെ ദൈവസങ്കല്പങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്ന് പറയുന്ന ഈശ്വരൻ, അതാണ് എൻ്റെ ഈശ്വരൻ. അത് മാത്രമാണ് എൻ്റെ ഈശ്വരൻ. ആ ഈശ്വരൻ എൻ്റെ മുന്നിൽ എനിക്ക് എന്ത് തരുന്നു, എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, എന്നെ എങ്ങനെ സംരക്ഷിക്കുന്നു, അതാണ് എൻ്റെ അനുഭവം. ഞാൻ ഒരു ഗ്രന്ഥങ്ങളും വിശ്വസിക്കാൻ തയ്യാറല്ല. അവിടെ എൻ്റെ ഈ ഭഗവാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഭഗവാനെ ഞാൻ കാണാൻ പറ്റുന്ന ഒരു പക്ഷേ എന്നിലാവാം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ മനുഷ്യരിൽ മാത്രമാണ് ഞാനത് കാണാൻ പറ്റുള്ളൂ. കൂടെ നിൽക്കുന്നവൻ്റെ വിശപ്പും ബുദ്ധിമുട്ടും സങ്കടങ്ങളും മനസ്സിലാക്കാൻ പറ്റാതെ ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ കാര്യം. ഇതെല്ലാം പൊട്ടിച്ചെറിയേണ്ട സമയമായി. ഇതെല്ലാം പൊട്ടിച്ചെറിയണം. നിങ്ങളിലോട്ട് തിരിയണം. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ഇല്ലായ്മകളെ കുറിച്ച് വീണ്ടും കരഞ്ഞ് ചിന്തിക്കുന്നതിനെയാണ് നിങ്ങൾ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഇല്ലായ്മകളെ, നിങ്ങളുടെ നഷ്ടപ്പെടലുകളെ, നിങ്ങളുടെ കഴിവില്ലായ്മനെ മൊത്തം ആ സമയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു. ഉള്ളിൽ ഇവിടെ ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നാൽ മതി. ഇത് പള്ളിയായിട്ടും അമ്പലമായിട്ട് ഈ ഇരിക്കുന്ന ഭാഗത്തെ കാണാം. രക്ഷപ്പെട്ടു. ഒന്നും ചെയ്യേണ്ട. ഒരാളെ വേദനിപ്പിക്കരുത്. ഒരാളെ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എങ്ങനെ ജീവിക്കുന്നു അതാണ് പ്രാർത്ഥന. അല്ലാതെ തന്നെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ് ഞാൻ കാറ്റഗിസം ക്ലാസ്സിൽ. അത്രേ ഉള്ളൂ. അതെവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? എവിടെ നിന്ന് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും. അല്ല, ഞാൻ പറയുന്ന ഈ റിച്വൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒച്ചപ്പാടും ബഹളം, പാട്ടും കാര്യങ്ങളെല്ലാം അത്രയും ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെ ദൈവമായിട്ട് ബന്ധപ്പെടുന്നു? നമുക്ക് അങ്ങനെ എനർജി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പള്ളികളിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ എനർജി സ്വീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ ടിപ്പിക്കലായിട്ട് ചെയ്യുന്ന ചില പ്രോസസ്സുകൾക്ക് വേണ്ടി നമ്മൾ എന്നും പോകുന്നു തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല.